വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജമീല കള്ളിയത്ത്. ചെറുപ്പത്തിൽ നാടുവിട്ടുപോയ വൈക്കം മുഹമ്മദ് ബഷീർ ഏറെക്കാലത്തെ തീക്ഷ്ണമായ അനുഭവങ്ങൾക്കും അലഞ്ഞു നടപ്പിനും ശേഷം ഒരുനാൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പരിക്ഷീണനായി അർദ്ധരാത്രി വീട്ടിലെത്തിയ അദ്ദേഹം കണ്ടത് ഭക്ഷണം തയ്യാറാക്കി വെച്ച് തന്നെയും കാത്തിരിക്കുന്ന മാതാവിനെയായിരുന്നു. താൻ വരുന്ന കാര്യം മാതാവെങ്ങനെ അറിഞ്ഞുവെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ബഷീർ നാടുവിട്ട അന്നു മുതൽ പ്രിയപ്പെട്ട മകൻ വരുമെന്ന പ്രതീക്ഷയിൽ ആ മാതാവ് എന്നും ഇതുപോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാത്തിരിക്കാൻ സ്വന്തക്കാരുണ്ടെന്നും കയറിച്ചെല്ലാൻ ഒരിടമുണ്ടെന്നുമുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന പരിപാവനമായ ചട്ടക്കൂട്. സമൂഹത്തിൽ മനുഷ്യന് ലഭിക്കുന്ന തണലാണ് കുടുംബം. ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഉറവ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനമാണ് അവിടം. വരണ്ടുണങ്ങിപ്പോയേക്കാവുന്ന ജീവിതത്തിന് തണലേകുന്ന വൻവൃക്ഷം. ഏതലച്ചിലിന് ശേഷവും ആരോടും ചോദിക്കാതെ വന്ന് ചേക്കേറാനുതകുന്ന വൻമരം. ഏത് സങ്കടങ്ങളിലും ആർദ്രതയോടെ ചേർത്ത് പിടിക്കാവുന്ന സാന്ത്വനത്തിൻ്റെ ആലിംഗനം. മനുഷ്യന് ദൈവം നൽകിയ മഹത്തായ ദാനമെന്നല്ല, അത്ഭുതപ്പെടുത്തുന്ന ഒരടയാളം. അത്ര മനോഹരമായ ഒരു ഗേഹം ലോകത്ത് വേറെയില്ല. വേർപ്പെടുത്താൻ കഴിയുന്ന ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത നിരവധി ബന്ധങ്ങൾ മുളപൊട്ടുന്ന വിസ്മയമാണ് അവിടം. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ തന്നെ ഇണയും തുണയുമായിട്ടാണ് ജീവിതം ആരംഭിച്ചിട്ടുള്ളത്. വിവാഹമാണ് കുടുംബത്തിൻ്റെ അടിത്തറ. ഇണയും തുണയുമാവേണ്ടത് സ്ത്രീയും പുരുഷനുമാണെന്നത് ദൈവിക ഇച്ഛയാണ്. മനുഷ്യനിൽ മാത്രമല്ല, പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളിലെന്നല്ല, സസ്യലതാദികളിൽ കൂടി നമുക്കത് കാണാൻ കഴിയും. പരസ്പരം അവകാശങ്ങളും ബാധ്യതകളും വന്നു ചേരുന്ന ബലിഷ്ഠമായ പാവനമായ ഒരു കരാറാണ് വിവാഹം. അതായത് ഇണയും തുണയുമായി ജീവിക്കാനുള്ള ആശീർവാദം. ദൈവം സൃഷ്ടികളുടെ ഉള്ളിൽ നിക്ഷേപിച്ച സ്നേഹവും കാരുണ്യവും ദയയും ആർദ്രതയുമാണ് ഇതിൻ്റെ ഊർജ്ജസ്രോതസ്സ്. പരസ്പര വിശ്വാസത്തിലും ധാർമ്മികതയിലും ഊന്നി നിൽക്കുന്ന വിശുദ്ധ ബന്ധം. കൺകുളിർമ നൽകുന്ന സന്താനങ്ങൾ, അതിലൂടെ സമാധാനവും സ്വസ്ഥതയുമുള്ള സമൂഹം, ഇതൊക്കെ അതിൻ്റെ നല്ല പരിണിത ഫലങ്ങളാണ്. കുടുംബത്തിന് പ്രകൃതി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അട്ടിമറിച്ചാൽ ആ പരിപാവനമായ സംവിധാനം തകർച്ചയിലേക്ക് നീങ്ങുകയും അതിലൂടെ സമൂഹം ശിഥിലമാവുകയും ചെയ്യും. കുടുംബബന്ധങ്ങൾ തകരുന്ന രൂപത്തിലുള്ള വിചിത്രവാദങ്ങൾ നമുക്ക് ചുറ്റും പ്രചരിക്കുന്നുണ്ട്. വൃദ്ധരായ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടാനും ദുർബലരായ മനുഷ്യർ നരകിക്കാനും സ്ത്രീകൾക്ക് സംരക്ഷണം നഷ്ടപ്പെടാനും പരിചരിക്കാൻ ആളില്ലാതെ രോഗികൾ പുറന്തള്ളപ്പെടാനും മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാതെ കുട്ടികൾ അനാഥരാകാനും സമൂഹത്തിൽ അരാജകത്വവും അധാർമികതയും വ്യാപിക്കാനും ഇത് കാരണമാവും. കാറ്റും കോളും നിറഞ്ഞ ജീവിതമാകുന്ന കടലിൽ കുടുംബം ഒരു രക്ഷാകവചമാണ്. JK റൗളിങ്ങിൻ്റെ ഈ അഭിപ്രായം വളരെ പ്രസക്തമാണ്. സത്യത്തിൽ വിവാഹം ഒരു ബാധ്യതയല്ല, മുന്നോട്ട് പോവാനുള്ള കരുത്താണ്. ഒപ്പം ഒരാളുണ്ടെന്നും ഒറ്റക്കാവില്ലെന്നുമുള്ള യഥാർത്ഥ മനസ്സമാധാനം. ഇണയുടെ സ്വപ്നങ്ങളുടെ ചിറകരിയാനല്ല, സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പങ്കാളി. ഗാർഹികാന്തരീക്ഷം സമരസപ്പെടുത്തി കൊണ്ടുപോകുന്നതിൽ ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യ പങ്കാണുള്ളത്. അടിച്ചേൽപ്പിക്കൽ, ആജ്ഞാപിക്കൽ എന്നിങ്ങനെയുള്ള പിരിമുറുക്കങ്ങൾ ഒഴിവാക്കി ഗുണകാംക്ഷയുടെ സഹവാസമാണ് വേണ്ടത്. ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് ആവശ്യം. ആസ്വാദനത്തിൻ്റെയും അനുമോദനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അന്തരീക്ഷത്തിലാണ് കുടുംബം നിലനിൽക്കേണ്ടത്. അല്ലാതെ ബാധ്യതകൾ മറക്കുകയും അവകാശങ്ങൾ മുഴച്ചു നിൽക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലല്ല. പുതുതലമുറ വിവാഹത്തെ ഭയപ്പെടാനുള്ള പ്രധാന കാരണം മൂല്യം ചോർന്ന് വരണ്ടുണങ്ങിപ്പോയ മുതിർന്നവരുടെ ജീവിതമാണ്. അവർ കാണുന്ന ജീവിതങ്ങൾ അവരിൽ ആശങ്കയുണർത്തുന്നു. കുടുംബമെന്ന ദിവ്യാനുഗ്രഹത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമേ സന്തോഷകരമായ ജീവിതം പടുത്തുയർത്താനാവൂ. നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന തിരുവചനം ഇത്തരുണത്തിൽ ഓർക്കേണ്ട ഒന്നാണ്. ജമീല കള്ളിയത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.